നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ അതീവ സുരക്ഷാ മേഖലകളിൽ സംശയാസ്പദമായി ഡ്രോൺ പറത്തിയ സംഭവം. വിശദമായ അന്വേഷണം ആരംഭിച്ച വിയ്യൂർ പോലീസ്. സംഭവം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെ സെൻട്രൽ ജയിൽ, ഫയർഫോഴ്സ് അക്കാദമി, എഞ്ചിനീയറിംഗ് കോളേജ്, ചെമ്പൂക്കാവ് എന്നീ മേഖലകളിൽ 3 മണിക്കൂറോളം ഡ്രോൺ പറത്തിയതായും 60 മീറ്റർ ഉയരത്തിൽ ഡ്രോൺ പറന്നതായും വിലയിരുത്തൽ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ LDF സർക്കാരാണെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ജാള്യത മറയ്ക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും വിദ്യാഭ്യാസ മന്ത്രി. UDF-നെതിരെ എന്തെങ്കിലും ആരോപിക്കാൻ LDF-ന് ധാർമ്മികതയില്ല. സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയെ രാജ്യം അംഗീകരിച്ചതായും N ഷംസുദ്ദീൻ. മദ്യനയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി OJ ജനീഷ്. മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിലപാടെടുത്തത് LDF സർക്കാരാണ്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനാ പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നും മന്ത്രി OJ ജനീഷ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വിപത്തിനെ നേരിടാൻ സർക്കാർ എല്ലാ മാർഗങ്ങളും നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് ഗവൺമെന്റ് മോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഷൊർണൂരിൽ കഞ്ചാവ് വേട്ടയുമായി ഷൊർണൂർ റെയിൽവേ പോലീസ്. 6ാം പ്ലാറ്റ്ഫോമിലെത്തിയ ട്രെയിനിൽ നിന്നും പിടികൂടിയത് 1.5 കിലോ കഞ്ചാവ്. 20ഓളം വളർത്തുനായ്ക്കളെ അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച കഞ്ചാവ് കടത്ത് കേസിലെ പ്രതിയെ സാഹസികമായി പിടികൂടി പാലക്കാട് എക്സൈസ് സംഘം. വാർത്തകൾ വിശദമായി. അതീവ സുരക്ഷാ മേഖലയിൽ സംശയാസ്പദമായി ഡ്രോൺ പറത്തൽ. തൃശൂർ നഗരത്തിന്റെ അതീവ സുരക്ഷാ മേഖലയായ സെൻട്രൽ ജയിൽ, ഫയർഫോഴ്സ് അക്കാദമി, എഞ്ചിനീയറിംഗ് കോളേജ്, ചെമ്പൂക്കാവ് എന്നീ മേഖലകളിലാണ് ഡ്രോൺ പറന്നുയർന്നത്. പുലർച്ചെ 12 മുതൽ 3 മണിവരെ ഡ്രോൺ പറത്തിയെന്നാണ് വിവരങ്ങൾ. ഏകദേശം 60 മീറ്റർ ഉയരത്തിൽ വരെ ഡ്രോൺ പറത്തിയെന്നും വിലയിരുത്തുന്നു. വിയ്യൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. PM ശ്രീയിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ സർക്കാരെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. ജാള്യത മറയ്ക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയെ രാജ്യം അംഗീകരിച്ചതായും N ഷംസുദ്ദീൻ പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം ഉറപ്പാക്കും. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമെന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കും. കോഴിക്കോട് വിദ്യാർത്ഥി ചാരയം സ്കൂളിലേക്ക് കൊണ്ടുവന്ന സംഭവം നിർഭാഗ്യകരമാണ്. അതിനേക്കാൾ ലഹരി മാഫിയകൾ പിടിമുറുക്കിയതിന്റെ തെളിവാണ്. വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ചീത്ത പറഞ്ഞും ശിക്ഷിച്ചും വിദ്യാർത്ഥികളെ തിരുത്താൻ കഴിയില്ല. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ അനുമതി നൽകിയാൽ ദുരുപയോഗം ചെയ്തേക്കും. ലഹരി തടയാൻ സമൂഹം മുന്നോട്ട് വരണം. രാസലഹരി സംഘടനകളുടെ തായ്വേരറക്കാതെ സർക്കാർ പിന്മാറില്ല. UDF സർക്കാർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. UDF-നെതിരെ എന്തെങ്കിലും ആരോപിക്കാൻ LDF-ന് ധാർമ്മികതയില്ല. എല്ലാ ആരോപണങ്ങളും LDF-നെ തിരിഞ്ഞുകുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് 1 മില്യൺ തൂഫാൻ ഗോൾ. ഇപ്പോൾ വേൾഡ് കപ്പാണ്, എല്ലാവരും അതിൻ്റെ ലഹരിയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രത്യേകമായി എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ അത് തൂഫാനുമായി കണക്ട് ചെയ്തിട്ടാണ്. തൂഫാൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളോട് ഗോളടിച്ച് അതൊരു ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മൾ കൊടുത്തിരുന്ന സമയം കഴിഞ്ഞ ജൂൺ 12 തൊട്ട് വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് ഓഗസ്റ്റ് 20 വരെയാണ് സമയം അനുവദിച്ചത്. പക്ഷേ ഇന്നലെ തന്നെ 25-ാം തീയതി ആയപ്പോഴേക്കും 1 മില്യൺ ഗോള് ക്രോസ് ചെയ്തു. 10 ലക്ഷം ഗോള് കുട്ടികൾ അടിച്ചു കഴിഞ്ഞു. ഇനിയും അത് തുടരും. അപ്പോൾ വേൾഡ് കപ്പാണ് ഇന്ന് കുട്ടികളുടെ ലഹരി. അങ്ങനെ കായിക വിനോദങ്ങളിലേക്കും കലാപരമായ ആസ്വാദനങ്ങളിലും വിനോദങ്ങളിലേക്കും കൊണ്ടുവന്ന് മറ്റു തരത്തിലുള്ള ലഹരിയിൽ, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ലഹരിയിലേക്ക് കുട്ടികൾ പോകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മദ്യനയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി OJ ജനീഷ്. മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിലപാട് എടുത്തത് LDF ആണെന്നും മന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനാ പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നും OJ ജനീഷ് പറഞ്ഞു. മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിലപാടെടുത്തത് LDF ആണ്. നികുതിയുടെ പ്രപ്പോസൽ മാത്രമാണ് വന്നിട്ടുള്ളത്. BM സുധീരന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. അന്തിമ നയം UDF തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടന പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. താൻ പെട്ടെന്ന് വന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയാളല്ല. ഒരു മണ്ഡലം പിടിക്കാൻ പാർട്ടി അവസരം നൽകി, ജയിച്ചു, മന്ത്രിയായി. പ്രവർത്തിക്കാൻ പാർട്ടി അവസരം നൽകി പ്രവർത്തിക്കുന്നു എന്നും OJ ജനീഷ് കൂട്ടിച്ചേർത്തു. എന്നെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം 8 മാസക്കാലമാണ് പൂർത്തിയാകുന്നത്. അതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടി വന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏൽപ്പിച്ചത് മറ്റൊരു ഉത്തരവാദിത്തമാണ്. നിയമസഭ ആ സീറ്റിൽ പിടിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. രണ്ടാമത് ഏൽപ്പിച്ചത് വേറൊരു ഉത്തരവാദിത്തമാണ്. മന്ത്രിയെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് പാർട്ടി ഏൽപ്പിച്ച മറ്റൊരു ഉത്തരവാദിത്തമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഒരു ദിവസം റോഡിലൂടെ പോയപ്പോൾ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതല്ല, പാർട്ടി തീരുമാനമെടുത്ത് തന്നെ ആക്കിയതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പുനഃസംഘടന എപ്പോൾ വേണം, എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ പാർട്ടി നേതൃത്വം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ. അത് UDF-ൽ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനിക്കുമെന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ UDF-ൽ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനം നിങ്ങൾ എന്തായാലും അറിയിക്കുമല്ലോ. അല്ല, നികുതി ഘടന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെടുന്ന നികുതി ഘടന സ്വാഭാവികമായിട്ടും അതിന് മുമ്പ് മറ്റൊരു ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകാറില്ല സാധാരണ രീതിയിൽ. അതൊരു പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ വേണോ വേണ്ടതെന്നതിനെ സംബന്ധിച്ച് UDF ആലോചിച്ച് തീരുമാനമെടുക്കും. അന്തിമ തീരുമാനം എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ആ യോഗത്തിന് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 6ാം പ്ലാറ്റ്ഫോമിലെത്തിയ ട്രെയിനിൽ നിന്നും ബാഗിലാക്കി സൂക്ഷിച്ച 1.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വീണ്ടും കഞ്ചാവ് വേട്ട നടന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി 6ാം പ്ലാറ്റ്ഫോമിലെത്തിയ കോയമ്പത്തൂർ ഷൊർണൂർ മെമു തീവണ്ടിയിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്ത്. ബാഗിൽ 2 പൊതികളിലാക്കി സൂക്ഷിച്ച 1.5 കിലോ കഞ്ചാവാണ് സംഘം പിടികൂടിയത്. സംഭവത്തിൽ ആരെയും പിടികൂടാനായില്ല. അതേസമയം അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ പറഞ്ഞു. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിലെ മണികണ്ഠൻ, അനിൽകുമാർ, ശശിനാരായണൻ, സുരേഷ് തുടങ്ങിയവരും പരിശോധനയിൽ പങ്കാളികളായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 20ഓളം വളർത്തുനായ്ക്കളെ അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച കഞ്ചാവ് കടത്ത് കേസിലെ പ്രതിയെ സാഹസികമായി പിടികൂടി എക്സൈസ് സംഘം. കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസ് വഴി പാർസലിൽ 7.34 കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കൊല്ലങ്കോട് ജിജിറ്റിനാണ് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊല്ലങ്കോട് പാലക്കാട് എക്സൈസ് ടീമിന്റെ സംയുക്ത പരിശോധനയിൽ പിടിയിലായത്. ഫെബ്രുവരി 4-നാണ് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസ് വഴി കടത്തിയ കഞ്ചാവ് പിടികൂടിയത്. ഈ കേസിൽ കൊല്ലങ്കോട് തെക്കേപ്പാവടിയിൽ ശ്രീനിവാസ് വീട്ടിൽ സഹോദരങ്ങളായ R. സഞ്ജയ്, R. രാഹുൽ എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. സംഭവത്തിനു ശേഷം പ്രധാന പ്രതിയായ ജിജിറ്റിൻ ഒളിവിൽ പോയിരുന്നു. ജിജിറ്റിൻ നാട്ടിലെത്തിയതറിഞ്ഞ് ചിറ്റൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ്, കൊല്ലങ്കോട് എക്സൈസ് എന്നിവർ കൊല്ലങ്കോട്, ത്രാമണി, പാലക്കാട് ടൗൺ ഭാഗങ്ങളിൽ പുലർച്ചെ ഒരേ സമയം നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് പുത്തൂർ വെള്ളോളി ലൈനിലെ വാടക വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്ന ജിജിറ്റിനെ സാഹസികമായി പിടികൂടിയത്. രക്ഷപ്പെടാനായി ജിജിറ്റിൻ വളർത്തിയ 20ഓളം നായ്ക്കൾക്ക് ബിസ്ക്കറ്റും മറ്റും ഇട്ടുകൊടുത്ത് ശ്രദ്ധ തിരിച്ച ശേഷമാണ് എക്സൈസ് സംഘം അകത്ത് പ്രവേശിച്ചത്. ഇതിനിടയിൽ പ്രതി ടെറസ് വഴി ചാടി രക്ഷപ്പെടാനും ശ്രമം നടത്തി. പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘാലയയിൽ നിന്നും കഞ്ചാവ് അയച്ചവരെ കുറിച്ച് പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെയും കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ അജയ് കുമാർ NC, മുഹമ്മദ് ഷഫീഖ് PK, ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, തൻസീൽ താഹ, ജിതിൻ, അജു, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ മണി, സന്തോഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ, ശിവകുമാർ, PO ഗ്രേഡുമാരായ നടേഷ് കുമാർ, രമേശ് ജയൻ, യാസർ അറഫത്ത്, ഷിജു, അഭിലാഷ്, CEO-മാരായ സജിത് കുമാർ, പ്രസാദ്, അഭിലാഷ്, നൌഫൽ, വനിതാ CEO-മാരായ ഷീജ, ധന്യ, സ്മിത, ഡ്രൈവർമാരായ S. സാനി, രാധാകൃഷ്ണൻ, സുരേഷ്, വിജീഷ്, അനീഷ് എന്നിവരാണ് പരിശോധന നടത്തിയത്. മണ്ണൂരിൽ കരിങ്കല്ല് കയറ്റിപ്പോകുന്ന ടിപ്പർ ലോറികളുടെ അമിത പോക്കിൽ റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ പടിപ്പുറക്കാട് കുണ്ടുകാവ് ഗ്രാമീണ റോഡാണ് തകർന്നത്. ക്വാറിയിൽ നിന്നും കല്ല് കയറ്റിപ്പോകുന്ന ടിപ്പർ ലോറിയുടെ പോക്കിലാണ് ഗ്രാമീണ റോഡുകൾ തകർന്നതെന്നാരോപിച്ചായിരുന്നു പ്രദേശവാസികൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. നെൽപ്പാടത്തിനിടയിലൂടെയാണ് ഗ്രാമീണ റോഡ് കടന്നുപോകുന്നത്. റോഡിനിടയിലൂടെ പോകുന്ന കൃഷിക്ക് ആവശ്യമായി വരുന്ന ഓവുപാലവും തകർന്നു. ലോഡുമായി വരുന്ന ടിപ്പർ ലോറിയുടെ അമിതഭാരമാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. കുണ്ടുകാവ് ഭാഗത്ത് റോഡിന് നടുവിൽ വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളടക്കം സർവീസ് നടത്തുന്ന റോഡാണിത്. രാവിലെ സ്കൂൾ സമയങ്ങളിൽ സർവീസ് പാടില്ലെന്നിരിക്കെ ആ സമയങ്ങളിലും ടിപ്പർ ലോറികൾ പോകുന്നുണ്ടെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. ഓവുചാൽ തകർന്നതോടെ കുണ്ടുകാവ് പാടശേഖരത്തിലേക്കുള്ള ജലവിതരണവും നിലയ്ക്കുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ ചോലയിൽ അരവിന്ദാക്ഷൻ, NR കുട്ടികൃഷ്ണൻ എന്നിവർ പറഞ്ഞു. പടിപ്പുറക്കാട് മുതൽ കുണ്ടുകാവ് തടക്കശ്ശേരി കേരളശ്ശേരിയിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ്. ഈ റോഡിലൂടെ തടക്കശ്ശേരി ഭാഗത്ത് ഒരു വലിയ കോറി വർഷങ്ങളായി നിലവിലുണ്ട്. ആ കോറിയിൽ നിന്നും വാഹനങ്ങൾ വലിയ 25-30 ടണ്ണ് വരുന്ന വലിയ വാഹനങ്ങൾ കെട്ടിയിട്ട് ഈ ചെറിയ റോഡിലൂടെയാണ് വരുന്നത്. ഈ റോഡിലൂടെ ഇപ്പോൾ ആ വാഹനം വന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയുടെ പല ഭാഗത്തും പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകിപ്പോവുകയാണ്. കൂടാതെ റോഡിലൂടെ റോഡിലൂടെ തന്നെ സ്കൂൾ വാഹനങ്ങൾ, സ്കൂൾ ബസ്സുകൾ, കുട്ടികളടക്കം വരുന്നത് അവർക്കടക്കം യാത്ര ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പല പ്രാവശ്യം വാഹനങ്ങളെ തടുത്ത് ഓർമ്മപ്പെടുത്തിയെങ്കിലും അവരതൊന്നും ചെവിക്കൊള്ളില്ല. കൂടെ പാസ് ചെയ്യുന്ന പഞ്ചായത്ത് റോഡിലാണ് ഇന്നത്തെ ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൂടെ സ്കൂൾ ബസ്സുകളും
വിദ്യാർത്ഥികളും അതുപോലെ മറ്റുള്ള വാഹനങ്ങളൊന്നും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് ഇന്നത്തെ അവസ്ഥ. അതുപോലെ പാടശേഖരത്തിലെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് വരുന്ന വെള്ളം ബ്ലോക്ക് ആവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കൃഷി ഇറക്കാൻ പോലും പ്രയാസമാണ് കർഷകർക്ക് മുഴുവൻ. ടിപ്പർ ലോറികളുടെ ഈ വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മങ്കര പോലീസിനും മണ്ണൂർ പഞ്ചായത്തിനും പ്രദേശവാസികൾ പരാതി നൽകി. ഉപരോധ സമരം വാർഡ് മെമ്പർ ഹുസൈൻ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. NR കുട്ടികൃഷ്ണൻ, ചോലയിൽ അരവിന്ദാക്ഷൻ, T ശ്രീനിവാസൻ, C രാഹുൽ, K രാമദാസ്, PA കബീർ, KV മുരളി, C നാരായണൻ എന്നിവർ സംസാരിച്ചു. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് വാർഡംഗം ഹുസൈൻ ഷഫീഖ് മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയും കോറിയിൽ നിന്നും വാഹനങ്ങൾ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ മണ്ണൂർ പഞ്ചായത്തിൽ നിന്നും തർക്കശ്ശേരി ഭാഗത്തോട്ട് പോകുന്ന ഈ റോഡ് പൂർണ്ണമായും ഈ വരുന്ന ഈ ഭാഗത്ത് മാത്രമല്ല പടിപ്പിരക്കാട് തൊട്ട് ഈ കുണ്ടുകാവ് ചെറിയൽ പ്രദേശം മുഴുവനും ഇതുപോലെ വലിയ വാഹനങ്ങൾ പോയി ഈ റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് വെച്ചാലും ആ വെച്ച ഫണ്ടുകൾ ഇതുപോലെ ഭാരമേറിയ വാഹനങ്ങൾ പോകുമ്പോൾ ഈ സൈഡ് പൊട്ടി സെന്റർ പൊട്ടി റോഡ് ഇല്ലാതെ ആവുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കോറിയിൽ നിന്നും വരുന്ന ടിപ്പർ അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഇതിലൂടെയുള്ള വാഹന ഗതാഗതം നിർത്തണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായും തകർന്നു വീണു. കോട്ടായി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ചുള്ളിയിൽ രാമൻകുട്ടിയുടെ വീടാണ് തകർന്നു വീണത്. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടായി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ചുള്ളിയിൽ രാമൻകുട്ടിയുടെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. 40 വർഷം പഴക്കമുള്ള വീടാണിത്. വീട്ടുകാർ ഉറക്കത്തിലായിരുന്നു. ഈ സമയം രാമൻകുട്ടിയുടെ പേരക്കുട്ടി ടിവിയിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണുകയായിരുന്നു. വീട് വീഴുന്ന ശബ്ദം കേട്ടതും വീട്ടുകാരെ വിളിച്ചുണർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീട് തകർന്നതോടെ പട്ടികജാതിക്കാരായ രാമൻകുട്ടിയും കുടുംബവും താമസിക്കാനിടമില്ലാതെ പ്രയാസത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അമ്മയിൽ നിന്നും രാജിവെച്ചവരെ തിരിച്ചെത്തിക്കുമെന്ന് രമേശ് പിഷാരടി MLA. അമ്മയിലെ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രശ്നങ്ങളില്ലാതെ സംഘടനയെ നയിക്കാൻ ശേഷിയുള്ളവർ തലപ്പത്ത് വരുമെന്നും പിഷാരടി പാലക്കാട്ട് പറഞ്ഞു. ബാബുരേട്ടൻ, സിദ്ദിഖ, ഇടവേള ബാബുക്ക, മമ്മുക്ക, ലാലേട്ടൻ എല്ലാവരോടും ഞാൻ ഫോണിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചു. അൻസിബയുടെയൊക്കെ പലപ്പോഴായിട്ട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതിന് നിലവിൽ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളുടെയും 2 വശങ്ങളും കേൾക്കുകയും അതിന് നിലവിൽ അവർ പെട്ടെന്ന് വളരെ വൈകാരികമായി, ചില ആളുകളെങ്കിലും വൈകാരികമായി പ്രതികരിക്കുകയും പൊതുമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നത്. ഗൗരവമുള്ള പ്രശ്നങ്ങളുണ്ട്, ചിലതൊന്നും അത്ര ഗൗരവമുള്ളതല്ല. ഇതിനെല്ലാം നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറ്റുന്നിടത്തോളം പരിഹാരങ്ങൾ കാണണമെന്നും ആ സംഘടന, ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ വെള്ളപ്പൊക്കം വന്നപ്പോൾ 500 പേരേ ഉള്ളൂ ഈ സംഘടന. വെറും 500 പേരുള്ള സംഘടന നമ്മുടെ താരസംഘടന എന്ന് പറയുന്നതിലൊരു 15 പേരുണ്ടാകും. AILRSIയുടെ നേതൃത്വത്തിൽ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ലോക്കോ പൈലറ്റുമാർ ടോർച്ച് തെളിയിച്ച് പ്രകടനം നടത്തി. ജൂൺ 29 മുതൽ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് അനിശ്ചിതകാല സത്യാഗ്രഹം. ജൂൺ 29 മുതൽ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ AILRSIയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ലോക്കോ പൈലറ്റുമാർ ടോർച്ച് തെളിയിച്ചുകൊണ്ട് പ്രകടന ജാഥ നടത്തി. AILRSI വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, വൈസ് പ്രസിഡന്റ് T ഹരീന്ദ്രദാസ്, ബ്രാഞ്ച് സെക്രട്ടറി എൽദോ ഡേവിഡ്, പ്രസിഡന്റ് അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലെ 16ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ പൊതുസഭയും ആദരിക്കലും സംഘടിപ്പിച്ചു. CDS ചെയർപേഴ്സൺ P ജിഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയിലെ 16ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ പൊതുസഭയും ആദരിക്കലും സംഘടിപ്പിച്ചു. CDS ചെയർപേഴ്സൺ P ജിഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടവരാണ് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഓരോരുത്തരും. ആ കടമകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാർഡിനകത്തെല്ലാം കൃത്യമായി പ്രവർത്തിക്കേണ്ടവരാണ്. നിങ്ങൾക്കറിയാം, ഓരോ അയൽക്കൂട്ടത്തിനും പ്രവർത്തിക്കുന്ന രീതികൾ എന്ന് പറയുന്നത് നമ്മുടെ ലിങ്കേജും സ്ക്രിപ്റ്റും മാത്രമായി കണ്ടുവരുന്ന ആളുകളുണ്ട്. നമുക്കത് മാത്രമല്ല, നമുക്ക് കുടുംബശ്രീയിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാലമായിരിക്കും നടത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ കല്ലിപ്പാടത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. 2025-26 വർഷത്തെ SLC+2 പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ ദിവ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ADS ചെയർപേഴ്സൺ ചാന്ദിനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷീബ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ രമാദേവി, CDS കമ്മിറ്റി അംഗം ചന്ദ്രിക, ബ്ലോക്ക് കോർഡിനേറ്റർ ബിജിത എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ P ജിഷ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു.
ADS കമ്മിറ്റി അംഗം സിമി നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI P വിഷ്ണു, SI KP അശ്വിൻ എന്നിവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇപ്പോൾ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഈ ഒരു മാസത്തിനിടയിൽ നമ്മൾ ഏകദേശം 25-30 കേസുകൾ, ഇത്രയും ചെറിയ സ്റ്റേഷനിൽ 30 കേസുകൾ പിടിക്കുന്നുണ്ട്. കാരണം കഞ്ചാവ് വലിക്കുന്നതായാലും ഹാൻഡ്സ് വിപണനായാലും കഞ്ചാവിന്റെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി എന്ന 1 കിലോയിൽ താഴെയുള്ള കഞ്ചാവൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ 1 കിലോയിൽ കൂടുതലുള്ള MDMA ആണെങ്കിൽ 0.5 ഗ്രാം പിടിച്ചാൽ തന്നെ 5 ഗ്രാം ഒക്കെ പിടിച്ച മീഡിയം ക്വാണ്ടിറ്റി ആയി. അത്രയൊക്കെ നമ്മൾ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ പിടിച്ചിട്ട് പോലും നമുക്ക് ഈ ലഹരി നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് തുടക്കാൻ കഴിയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിന്റെ, മെയിനായിട്ട് അമ്മമാരായാലും മക്കളായാലും ചില സമയത്ത് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പേടിയുണ്ട് നമുക്ക്. വിവിധ കലാപരിപാടികളും ഉണ്ടായി. തുടർന്ന് അയൽക്കൂട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയും നടന്നു. ലഹരി വിപത്തിനെ നേരിടാൻ സർക്കാർ എല്ലാ മാർഗങ്ങളും നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. ലഹരി വിപത്തിനെ നേരിടാൻ വിദ്യാർത്ഥികളെ കലാകായിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ തൽപരരാക്കുമെന്നും മന്ത്രി M ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ തൽപരരാക്കി ലഹരി മാഫിയെ നമ്മുടെ കുട്ടികളെ റാഞ്ചാനിരിക്കുമ്പോൾ അതിന് വിട്ടുകൊടുക്കില്ല. അതിനുള്ള ബദൽ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പുനഃസൃഷ്ടിയുടെ ഭാഗമായി നമ്മൾ നടത്തുമെന്ന് തന്നെയാണ് ആ പ്രവൃത്തിയിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പൊ നിങ്ങളുടെ ലഹരി എന്തായിരിക്കണം? സമൂഹത്തിന് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, സ്വന്തത്തോട് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം, അതൊക്കെ ഈ ജീവിതത്തിൽ സഹജീവികളെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് തന്നാൽ കഴിയുന്ന സഹായങ്ങളും സഹകരണവും മറ്റുള്ളവർക്ക് നൽകി ജീവിക്കുക എന്നുള്ളതാണ്. ഓപ്പറേഷൻ തൂഫാനിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രധാന പങ്കാളിയാണ്. വിദ്യാർത്ഥികളിൽ കായികാവേശം നിറയ്ക്കുന്നതിനും അത് ലഹരിക്കെതിരായ കൊടുങ്കാറ്റാക്കി മാറ്റാനും 10 ലക്ഷം ഗോൾ എന്ന ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. രാസലഹരിക്കെതിരെ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണെന്നും വിദ്യാർത്ഥികൾ ജീവിതമാക്കണം ലഹരി എന്ന സന്ദേശം മുറുകെ പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിച്ചു. എക്സൈസ് വകുപ്പ് മുക്തി മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് കോട്ടമൈതാനം അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ച ഫൺ റൺ അഡ്വക്കേറ്റ് A സുമേഷ് അച്യുതൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫൺ റണ്ണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് മോയിൻസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. ജില്ലാ വിമുക്തി മാനേജർ S സജീവ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. നഗരസഭാ കൗൺസിലർ പ്രിയ വെങ്കടേഷ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TN സുധീർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AR നികീഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ S ആനന്ദ്, ഫോർട്ട് വർക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് കാസിം, സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് C ഹരിദാസ്, ഗവൺമെന്റ് മോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ UK ലത, KSUA സെക്രട്ടറി KP സുധീർ, അഗളി EROR പ്രദീപ്, KSES A പ്രസിഡന്റ് P ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാതയിൽ നിന്നും വീണ് കിട്ടിയ പണവും രേഖകളും ഉടമസ്ഥർക്ക് തിരിച്ചു നൽകി മാതൃകയായി ഒരു കൂട്ടം യുവാക്കൾ. ഷൊർണൂർ സ്വദേശികളായ റീനുറാം, കൃഷ്ണപ്രസാദ്, രതീഷ്, മനോജ്, ജയപ്രകാശ് എന്നിവരാണ് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെത്തി രേഖകളും പണവും കൈമാറിയത്. കുളപ്പള്ളി കൈലാർ റൂട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് 16,200 രൂപയും അവശ്യ സാധനങ്ങളും അടങ്ങിയ സഞ്ചി യുവാക്കൾക്ക് കണ്ടുകിട്ടിയത്. ആദ്യം കരുതിയത് പാതയിലാരോ വേസ്റ്റ് തള്ളിയതാണെന്നാണ്. എന്നാൽ കനത്ത മഴയായതിനാൽ ഇരുചക്രവാഹനങ്ങൾ സഞ്ചിയിൽ തട്ടിമറിയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി സഞ്ചി റോട്ടിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് സഞ്ചിക്കുള്ളിലെ ഒരു പേഴ്സ് റിനുറാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും ഒപ്പം 16,200 രൂപയും കണ്ടെത്തിയത്. ഉടൻ തന്നെ വിവരം ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും സഞ്ചി പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വെട്ടിക്കാട്ടിരി സ്വദേശിനിയായ ആമിനുമ്മയുടെ സഞ്ചിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. വിവരം അറിഞ്ഞതിനെ തുടർന്ന് മകൻ ഷമീറിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ പണവും സാധനങ്ങളും അടങ്ങിയ സഞ്ചി സുരക്ഷിതമായി യുവാക്കൾ കൈമാറി. പണമടങ്ങിയ സഞ്ചി കൃത്യസമയത്ത് പോലീസിൽ എത്തിച്ച യുവാക്കളുടെ നല്ല മനസ്സിനെ പോലീസുകാരും നാട്ടുകാരും അഭിനന്ദിക്കുകയും ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തേക്കായുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂൺ 28 ഞായറാഴ്ച രാത്രി 7 മണിക്ക് ഒറ്റപ്പാലം കൊട്ടാരം ഹോട്ടലിൽ നടക്കും. ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇൻസ്റ്റാളിംഗ് ഓഫീസർ കേണൽ T രാംകുമാർ മുഖ്യാതിഥിയാവും. ജൂലൈ 1 തീയതി മുതൽ 2027 ജൂൺ 30 വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് ലയൺസ് വിഭാവനം ചെയ്തിരിക്കുന്നത്.
1-ാം തീയതി ലക്കിടി ദേവിവിലാസം JB സ്കൂളിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പോടുകൂടിയാണ് തുടക്കം. 12 പേർക്ക് അവരുടെ അളവിനനുസരിച്ചുള്ള കൃത്രിമക്കാൽ, 60 പേർക്ക് ഡയാലിസിസിനാവശ്യമായ ഡയലൈസർ, 365 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കണ്ണട വിതരണം, നിർധനരും നിരാശ്രയരുമായ ആളുകൾക്ക് വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു നൽകും. ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡിറ്റക്ഷൻ, വിഷൻ, ഡയബറ്റിസ്, ജനറൽ മെഡിസിൻ, ആയുർവേദം തുടങ്ങിയ മേഖലകളിൽ 30ഓളം മെഡിക്കൽ ക്യാമ്പുകൾ, പാലിയേറ്റീവ് കെയറിന് ആവശ്യമായ സപ്പോർട്ട് തുടങ്ങിയവയാണ് പുതിയ പദ്ധതികൾ. കൂടുതൽ വിവരങ്ങൾക്ക് 9947819999 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭാരവാഹികളായി പ്രസിഡന്റ് അനുപമ മനോജ്, സെക്രട്ടറി വിമല രാംകുമാർ, ട്രഷറർ പ്രീതി മുരളി തുടങ്ങിയവരായിരിക്കും സ്ഥാനമേൽക്കുക എന്നും ഭാരവാഹികൾ അറിയിച്ചു. 2026 വർഷത്തേക്കുള്ള ഒറ്റപ്പാലം ലയൺസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ മാസം ജൂൺ 28-ാം തീയതി ഞായറാഴ്ച ഒറ്റപ്പാലം കൊട്ടാരം ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൽ നിയുക്ത പ്രസിഡന്റ് അനുപമ മനോജ്, സെക്രട്ടറി ശ്രീമതി വിമല രാംകുമാർ, ട്രഷറർ പ്രീതി മുരളി, ഇൻസ്റ്റലിംഗ് ഓഫീസർ കേണൽ രാംകുമാർ, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറാണ്. ജൂലൈ 1-ാം തീയതി മുതലാണ് ഞങ്ങൾ സർവീസ് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2026 ജൂലൈ 1-ാം തീയതി മുതൽ 2027 ജൂൺ 30 വരെയുള്ള കാലാവധിയിലാണ് ഞങ്ങൾ ഈ സർവീസ് പ്രോജക്ട്സ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ 12 പേർക്ക് അവരുടെ അളവിനനുസരിച്ചുള്ള കൃത്രിമ കാൽ നൽകുക, 60 പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ, 60 പേർക്ക് ഡയാലിസിസിന് ആവശ്യമായ ഡയലൈസർ നൽകുക, 365 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കണ്ണട വിതരണം, നിർധനരും നിരാശ്രയരുമായ ആളുകൾക്ക് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കുന്നു, ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡിറ്റക്ഷൻ, വിഷൻ, ഡയബറ്റിസ്, ജനറൽ മെഡിസിൻ, ആയുർവേദം തുടങ്ങിയ മേഖലകളിൽ 30ഓളം മെഡിക്കൽ ക്യാമ്പുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അനുപമ മനോജ്, വിമല രാംകുമാർ, K മനോജ് കുമാർ, ഡോക്ടർ C സുധീർ ബാബു, PK ബാലേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ആര്യഞ്ചിറ UP സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ഉദ്ഘാടനം ചെയ്തു. കല്ലിപ്പടം ആര്യഞ്ചിറ UP സ്കൂളിലാണ് ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ്, JRC ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിലുള്ള എല്ലാവരും, രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും കൂടി ശ്രമിച്ചാൽ മാത്രമേ ഇതിനെതിരെയുള്ള വിജയം നേടാൻ കഴിയൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഏറ്റെടുത്ത ക്യാമ്പയിൻ അഭിനന്ദനമാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിരുന്നു. വാർഡ് കൗൺസിലർ രമാദേവി, പ്രധാന അധ്യാപിക PP ചന്ദ്രിക, PTA പ്രസിഡന്റ് ദിവ്യ, SSG ചെയർമാൻ K അശോകൻ, മുഹമ്മദ് ഷിയാസ്, KK മണികണ്ഠൻ, ദിനു മാസ്റ്റർ, രമ്യ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള അനുമോദന സദസ്സും ആദരിക്കലും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 28-ന് രാവിലെ 10-ന് ഒറ്റപ്പാലം വ്യാപാര ഭവനിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ ഉദ്ഘാടനം ചെയ്യും. LSS USS സ്കോളർഷിപ്പ് വിജയികളെയും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിക്കുക. കോറ പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി P വേണുഗോപാൽ, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PC ഹംസ, P ജഗന്നിവാസൻ, KG ഗിരിജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോറയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 21 റെസിഡൻസ് അസോസിയേഷനുകളെയും ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ്, SSLC ഫുൾ A+, +2 90% അതിൽ കൂടുതലുമുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. 28/6/2026 ഞായറാഴ്ച ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ച് ചേരുന്ന യോഗത്തിൽ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപക ദിനം കോട്ടായി കീഴത്തൂർ മമ്പ ഉൽ ഉലും മദ്രസയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ദിനാചരണം ഹിദായത്തുൽ ഇസ്ലാം സംഘം മഹല്ലും ഖത്തീബ് ഫസ്ലുർ റഹ്മാൻ ഹുദൈവി ഉദ്ഘാടനം ചെയ്തു. മദ്രസ അങ്കണത്തിൽ ചേർന്ന സ്ഥാപക ദിനാചരണം ഹിദായത്തുൽ ഇസ്ലാം സംഘം മഹല്ലു ഖത്തീബ് ഫസ്ലുർ റഹ്മാൻ ഹുദൈവി ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ മഹല്ലു പ്രസിഡന്റ് KKM യൂസഫ് ഹാജി പതാക ഉയർത്തി. SKSSF യൂണിറ്റ് സെക്രട്ടറി KS റിയാസ്, ഹിദായത്തുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റി വർക്കിംഗ് സെക്രട്ടറി KA ഷമീർ, വൈസ് പ്രസിഡന്റുമാരായ KA മുഹമ്മദ്, KM അബ്ദുൽ ജബ്ബാർ, ജോയിന്റ് സെക്രട്ടറി മുത്തുട്ടി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KS റിയാസ്, KS ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതവും ഉമർ ഫാറൂഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ അതീവ സുരക്ഷാ മേഖലകളിൽ സംശയാസ്പദമായി ഡ്രോൺ പറത്തിയ സംഭവം. വിശദമായ അന്വേഷണം ആരംഭിച്ച വിയ്യൂർ പോലീസ്. സംഭവം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെ സെൻട്രൽ ജയിൽ, ഫയർഫോഴ്സ് അക്കാദമി, എഞ്ചിനീയറിംഗ് കോളേജ്, ചെമ്പൂക്കാവ് എന്നീ മേഖലകളിൽ 3 മണിക്കൂറോളം ഡ്രോൺ പറത്തിയതായും 60 മീറ്റർ ഉയരത്തിൽ ഡ്രോൺ പറന്നതായും വിലയിരുത്തൽ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ LDF സർക്കാരാണെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ജാള്യത മറയ്ക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും വിദ്യാഭ്യാസ മന്ത്രി. UDFനെതിരെ എന്തെങ്കിലും ആരോപിക്കാൻ LDFന് ധാർമ്മികതയില്ല. സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയെ രാജ്യം അംഗീകരിച്ചതായും N ഷംസുദ്ദീൻ. മദ്യനയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി OJ ജനീഷ്. മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിലപാടെടുത്തത് LDF സർക്കാരാണ്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനാ പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നും മന്ത്രി OJ ജനീഷ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വിപത്തിനെ നേരിടാൻ സർക്കാർ എല്ലാ മാർഗങ്ങളും നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് ഗവൺമെന്റ് മോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഷൊർണൂരിൽ കഞ്ചാവ് വേട്ടയുമായി ഷൊർണൂർ റെയിൽവേ പോലീസ്. 6ാം പ്ലാറ്റ്ഫോമിലെത്തിയ ട്രെയിനിൽ നിന്നും പിടികൂടിയത് 1.5 കിലോ കഞ്ചാവ്. 20ഓളം വളർത്തുനായ്ക്കളെ അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച കഞ്ചാവ് കടത്ത് കേസിലെ പ്രതിയെ സാഹസികമായി പിടികൂടി പാലക്കാട് എക്സൈസ് സംഘം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.